ഇന്ന് രാവിലെ മദ്രസോട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമുക്ക് കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കിടന്നുറങ്ങൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എണീറ്റു അവിടെ വന്നിട്ട് ചായക്കടിയൊക്കെ കുടിച്ചിട്ടോ അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ മെയിൻ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഈത്തപ്പനയുടെ ഇതൊക്കെ ഒന്ന് കഴുകണം എന്ന് വിചാരിച്ചതാ. ഭയങ്കര പൊടിക്കാറ്റൊക്കെ ആയിരുന്നു 2-3 ദിവസമായിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാ. അപ്പോൾ അത്രയ്ക്ക് പൊടിയോ കാര്യങ്ങളൊന്നും ഇപ്രാവശ്യം ആയിട്ടില്ല. തുറന്നു നോക്കിയപ്പോൾ എല്ലാം ക്ലീൻ ആയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അത് നേരെ അടച്ചു വെച്ചു. എന്നിട്ട് താഴെ ഇറങ്ങിയപ്പോൾ നമ്മൾ പ്രാവുകളൊക്കെ നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ പറന്ന് പോകുന്നുണ്ട് കേട്ടോ. നമ്മളെ വീടിൻ്റെ ഉമ്മർത്തന്നെ ഒരു ചെറിയൊരു പനുണ്ട്. അതിൽ ഏകദേശം കഴിക്കാൻ പാകത്തിലുള്ള ഈത്തപ്പഴമാകും ചെയ്തിട്ടുണ്ട്. അതിന് 2-3-4 പൊട്ടിച്ച് ഞാനും ബക്കറും നൈസായിട്ട് ഇരുന്ന് കഴിച്ചിട്ടോ. എന്നിട്ട് കുളിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് ഇന്ന് നമുക്ക് ഗ്രാൻഡിലേക്ക് ഒന്ന് പോകണം. പോണ വഴിക്ക് നമ്മളെ വണ്ടിയുടെ കാറ്റൊക്കെ ഒന്ന് അടിച്ചിട്ട് നേരെ വിട്ടിട്ട് ഗ്രാൻഡിലേക്ക്. മാഷാ അല്ലാ, ഗ്രാൻഡിന്റെ ചെറിയൊരു പ്രൊമോഷന്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അജ്നാസിന്റെ കൂടെ ജസീറിന്റെ കൂടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് നേരെ വിട്ടിട്ടോ വീട്ടിലേക്ക്. അവിടുന്ന് കുട്ടീനെ എടുത്തിട്ട് നമ്മൾ നേരെ ഗ്രൗണ്ടിലേക്കാണ് പോയത്. നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ടാവില്ല, വിചാരിച്ച ജോലിയും വിചാരിച്ച പ്രൊഫഷനും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ പെട്ടുപോയ ആൾക്കാർ. അതേപോലെയാണ് കേട്ടോ പല ആൾക്കാരും ഉള്ളത്. അവിടുന്ന് നമ്മൾ നേരെ വീട്ടിലെത്തി. നമുക്ക് നാട്ടിൽ പോകാൻ ഒരു പെർഫ്യൂമൊക്കെ മേടിക്കണം. അങ്ങനെ നമ്മൾ കാക്കാൻ്റെ കടയിൽ നിന്ന് പെർഫ്യൂം മേടിച്ചിട്ട് അങ്ങനെ പുറത്തിറങ്ങി. വരുന്ന വഴിക്ക് നമുക്ക് ബാബോസേനക്ക് തുർക്കി ഗാവൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഗാവൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ചങ്കിലൊന്ന് വിളിച്ചാലോ എന്നുള്ളത് ഓർമ്മ വന്നത്. അങ്ങനെ നമ്മളെ ചങ്കിനെ വിളിച്ചിട്ട് കുറച്ച് നേരം സംസാര കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇരുന്നിട്ടോ. ഇടക്കും നിലക്ക് നമ്മളിങ്ങനെ കൂട്ടുകാർക്ക് വിളിക്കുന്നത് അതൊരു മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷം തരുന്ന കാര്യം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും തോമസ് വിളിച്ചിട്ട് പറഞ്ഞു ഷവർമ്മ കഴിക്കാൻ പോയാലോ എന്നുള്ളത്. അങ്ങനെ നേരെ വിട്ടിട്ട് നമ്മൾ ഷവർമ്മ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സ്ഥിര സ്പോട്ടായിട്ടുള്ള നമ്മളെ മലയാളീസിന്റെ ഷോപ്പിലേക്ക് തന്നെ വിട്ടത്, സനയിലുള്ളത്. അവിടെ പോയിട്ട് ഷവർമ്മയും കഴിച്ചിട്ട് കുറച്ച് സ്വറവർത്താന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.